ജയറാം പറഞ്ഞു. ജഗദീഷ് ആ പുലി എടുത്ത് ചെന്നു. പുലി എടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ പുലി ഇങ്ങനെ നോക്കി, വീണ്ടും ഇങ്ങനെ നോക്കി. അതിനുശേഷം ഇങ്ങനെ കാലിങ്ങനെ നീട്ടിയപ്പം ആ പുലി നഖം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തപ്പോൾ ജഗദീഷ് അയ്യോ എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നു ഇങ്ങനെ വിളിച്ചു. ഷേക്ക് ക്യാ ബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അറബിയിൽ ഭാഷയിലൊക്കെ വേറെ അവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് ഒന്ന് ക്യാ ബാത്ത് എന്നൊക്കെ ചോദിച്ചു. വലിയ ഇഷ്യൂ ആയി, ഷൂട്ടിംഗ് പ്രശ്നമായി. അല്ല, അന്ന് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ചേട്ടനത് ചെയ്തു എന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും. അഞ്ചാം പാതിരയും ആടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ മിഥുൻ്റെ എന്താണ് വരിക എന്ന് ആർക്കും അറിയില്ല. മിഥുൻ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഇതിനകത്ത് പ്രേക്ഷകർക്ക് കിട്ടും. ചിലത് മിഥുൻ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. ജയറാമിനെ ഇങ്ങനെ ഒന്ന് റീലോഡഡ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഡയറക്ടർ മിഥുനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആട്, ആൻമരിയ കൽപ്പിലാണ്, അഞ്ചാം പാതിര എല്ലാം അഞ്ചാം പാതിരയ്ക്ക് ആ എ ഒന്ന് ബ്രേക്ക് ചെയ്ത് എ പടത്തിന്റെ ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരണമെന്ന് ശ്രമിച്ചായിരുന്നു. പക്ഷെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് അതിന്റെ പേര് അഞ്ചാം പാതിര എന്നായി. ഈ സർബത്ത് സമീറിനെ പോലെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് വരെ എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയും നല്ല സിനിമയായിരുന്നു. ഈ ഫാലിമിയിൽ വളരെ അസാധ്യമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫുട്ബോളിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യുന്ന ബസ് യാത്രയിലെ സ്റ്റുഡൻസ്, അതേപോലെ ട്രെയിൻ മൂവ് ചെയ്തതിന് ശേഷം കയറുന്ന ആൾക്കാർ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു സന്തോഷം, ദൈവത്തിനോടുള്ള ഒരു നന്ദി എല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഞാൻ ഇതെന്താണ് ചെയ്തതെന്നുള്ള തിരിച്ചറിവ്. അനാവശ്യമായിട്ട് മുട്ടയടിച്ചല്ലോ എന്നുള്ള ഒരു നിരാശ, ഇതെല്ലാം കൂടെ വരണം. ഇത് 4-5 ടേക്ക് എടുക്കും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ഫസ്റ്റ് ടേക്കിൽ തന്നെ ആ സംവിധായകൻ ഓക്കെ ചേട്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മകൻ കുറേ ചെയ്തല്ലോ, ഇനിയും ഞാൻ മകനാവണമെന്ന് വിചാരിച്ച് നടക്കുമോ? ഇനിയും ഞാൻ നായികയുടെ പിന്നാലെ പാട്ടുപാടി നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിക്കാവുന്നത് മകൻ പാട്ടുപാടി നടക്കുമ്പോൾ എന്തടാ എന്ന് ചോദിക്കുന്ന കഥാപാത്രമാണ് ഇനി വേണ്ടത്. അബ്രഹാം ഓസ്ലറിൻ്റെ വിശേഷങ്ങളുമായിട്ട് ജഗദീഷ് ചേട്ടൻ, മിഥുൻ മാനുവൽ തോമസ്, ആര്യ സലീം എന്നിവരാണ് നമുക്കപ്പോൾ. നമസ്കാരം എല്ലാവർക്കും. ജഗദീഷ് ചേട്ടാ, ഫാലിമി കഴിഞ്ഞ് നേര് തകർത്തുകൊണ്ടിരിക്കുകയാണ്. നേരിന് കിട്ടുന്ന റെസ്പോൺസിൽ ഒരുപക്ഷെ ഒരു മോഹൻലാൽ ചിത്രത്തിൽ ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖ്, അനശ്വരയൊക്കെ ഭയങ്കരമായിട്ട് കൈയടി നേടുന്ന, അതായത് ഒരുപാട് നിരൂപകരുടെ പ്രശംസ നേടി മുന്നോട്ട് പോവുകയാണ്. ഫാലിമിയിലേക്ക് വരുന്നതിന് മുമ്പ് നേരിൻ്റെ ഒരു വിജയാഘോഷത്തെക്കുറിച്ച് കൂടെ പറഞ്ഞു തുടങ്ങാം. നേര് അതിലെ കഥാപാത്രം വിജയിച്ചു എന്നറിയുമ്പോൾ ഏതൊരു നടനും ഇപ്പോൾ കിട്ടുന്ന സന്തോഷം തന്നെയാണ് എനിക്കും കിട്ടുന്നത്. അതിൽ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നമ്മുടെ ഇപ്പോൾ ചില ഭാവങ്ങൾ, ചില ചലനങ്ങളൊക്കെ അത് റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നറിയുമ്പോൾ ഒരു നടന് കൂടുതൽ സന്തോഷം കിട്ടുമല്ലോ. ആ സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ ഏത് കഥാപാത്രവും വിജയമാകുന്നു എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സംവിധായകനും ഒരു കഥാകൃത്തും ഉണ്ട്. അവരുടെ സപ്പോർട്ടോടു കൂടിയേ ആർക്കും പെർഫോം ചെയ്യാൻ കഴിയൂ. അപ്പോൾ ആ രീതിയിൽ നല്ല ഒരു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ സംവിധാനം ചെയ്ത് അത് ജിത്തു ജോസഫ്, ദെൻ ശാന്തി, ആ ടീമിൻ്റെ ഒരു തീർച്ചയായിട്ടും അവരുടെ കോൺട്രിബ്യൂഷൻ കൂടിയാണ് ഈ സക്സസ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷേ അഞ്ചാം പാതിരയും ആടും ഒക്കെ ചെയ്തിട്ടുള്ള സംവിധായകൻ മിഥുൻ്റെ സിനിമയാണ് ഓസ്ലർ എന്ന് പറയുന്നത്. എത്രത്തോളം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? അല്ല, പ്രേക്ഷകർക്ക് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അതിൽ ആർട്ടിസ്റ്റുകളെല്ലാം സേഫാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം പാതിരയും ആടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം മിഥുൻ്റെ എന്താണ് വരിക എന്ന് ആർക്കും അറിയില്ല. അപ്പം ഞങ്ങൾ സേഫാണ്. നേരെ മറിച്ച് ആടിൻ്റെ സിമിലറായിട്ട് തന്നെ വീണ്ടും ഒരു പടം വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആടിൻ്റെ അത്ര ശരിയായില്ല, ആടിൻ്റെ അത്ര ചിരി വന്നില്ല എന്ന് പറയും. ഇത് ആട് വേറെ, അഞ്ചാം പാതിര വേറെ, ഇത് വേറെയാണ്. എബ്രഹാം ഓസ്ലർ വേറെയാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇമോഷണൽ ക്രൈം ത്രില്ലർ എന്നാണ് മിഥുൻ പറയുന്നത്. ഞാൻ പറയും ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ത്രില്ലൊക്കെ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത് ഇമോഷൻസാണ്. ട്വിസ്റ്റുകൾ, സസ്പെൻസ്, അവസാനം റിവീലാകുന്ന ചില കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നതിനപ്പുറം അതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകരാണ് പറയേണ്ടത്, നമ്മളല്ല പറയേണ്ടത്. പ്രേക്ഷകർക്ക് ചിലർക്ക് മിഥുൻ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഇതിനകത്ത് പ്രേക്ഷകർക്ക് കിട്ടും. മിഥുൻ ഉദ്ദേശിക്കാത്ത ചില സംഭവങ്ങൾ കിട്ടും. ചിലത് മിഥുൻ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് തലങ്ങളുണ്ട് ഈ കഥയ്ക്ക്. പക്ഷേ അണ്ടർ കറൻറ്റ് ഓഫ് ഇമോഷൻസ് അഭിനയിക്കുന്ന നമുക്ക് തന്നെ അപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കഥാ തന്തുണ്ട് അതിനകത്ത്. ആ ഇമോഷൻസിലാണ് എല്ലാവരും പെർഫോം ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാം വിട്ടേക്കൂ. ഇതിനകത്ത് എടുക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് മിഥുനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രേക്ഷകർക്ക് അറിയാം. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുമ്പോൾ ഒരു ക്രൗഡ് പുള്ളറാണ്. റൈറ്റർ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും മിഥുൻ്റെ ചിത്രം കാണാൻ എല്ലാവരും താല്പര്യത്തോടെ ഇരിക്കുന്ന അവസരമാണ്. അത് നിരാശപ്പെടുത്തില്ലെന്നറിയാം. ഇനി എന്താണ് മിഥുൻ പറയാൻ പോകുന്നത് എന്നുള്ളതാണ്.
ആ പറയാൻ പോകുന്ന കാര്യത്തിൽ ആക്ടേഴ്സ് വളരെ ഹാപ്പിയാണ്. ഞാനിപ്പോൾ ആര്യയുടെയും എൻ്റെയും ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പോൾ ഉള്ളത്. ജയറാമിനെയും ഒക്കെ ഞങ്ങൾ സംസാരിച്ചിടത്തോളം ജയറാമും ഒക്കെ വളരെ ത്രില്ഡാണ്. ആ ത്രില്ലിലാണ് ഞങ്ങളുള്ളത്. പ്രേക്ഷകർക്ക് ആ ത്രില്ല് കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പി. ജഗദീഷ് ചേട്ടൻ്റെ മുഖത്ത് അത് ആ സന്തോഷമുണ്ട്. ഉണ്ട്. അപ്പോൾ ജയറാമേട്ടൻ ലീഡ് ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. ജയറാമിൻ്റെ ഒരു ശക്തമായ കഥാപാത്രമാണ്. ഇത് വെറും ഭംഗി വാക്കായിട്ട് പറയല്ല. ജയറാമിനെ ഇങ്ങനെ ഒന്ന് ഒരു 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 പിന്നെ റീലോഡഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഡയറക്ടർ മിഥുനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജയറാമിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കാൻ പറ്റും, ഏത് രൂപത്തിലാണ് ഇപ്പോൾ ഉള്ള ജയറാമിൻ്റെ ഒരു രൂപത്തിന് ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് പറിച്ചു നടാം. എബ്രഹാം ഓസ്ലർ, ആ പേരിന് തന്നെ ഒരു പുതുമയില്ലേ? ഓസ്ലർ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു താല്പര്യം ജനിപ്പിക്കുന്നില്ലേ? അത് തന്നെയാണ് ഈ ക്യാരക്ടറൈസേഷനിലെ മിഥുൻ. ഇപ്പം റൈറ്റർ ഓഫ് കോഴ്സ് നമ്മുടെ ഡോക്ടർ രൺധീറിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഡോക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ പറയുന്നതിൽ ഇതിനകത്ത് മെഡിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ ജയറാമിനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗംഭീര ക്യാരക്ടറിലൂടെയാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു പോലീസ് ഓഫീസർ അല്ല. എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ പതിയും, യാതൊരു സംശയം വേണ്ട. ജയറാം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഉഗ്രൻ ക്യാരക്ടറാണ്. ഒരു ക്യാരക്ടർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ കിട്ടുക എന്നുള്ളൊരു ഭാഗ്യമാണല്ലോ. ജയറാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഭാഗ്യവാനാണ് ജയറാം ഈ ക്യാരക്ടർ കിട്ടിയത്. അടിപൊളി. മിഥുൻ, ശരിക്കും ആട്, ആൻമരിയ കൽപ്പിലാണ്, അഞ്ചാം പാതിര എല്ലാം അർജന്റീന കാട്ടൂർക്കടവ് എല്ലാം ആയിലാണ് തുടങ്ങിയിരുന്നത്. സംവിധാനം ചെയ്യുന്ന എല്ലാ ചിത്രങ്ങൾക്കും ആയിൽ തുടങ്ങണം. അതുകൊണ്ടാണോ അബ്രഹാം ഓസ്ലർ എന്നിട്ടത്? ഇനിയിപ്പോൾ അങ്ങോട്ടെല്ലാം ആ കോമ്പിനേഷനിൽ അങ്ങ് പോകാന്ന് വിചാരിച്ചു. അതെന്താണ്? അഞ്ചാം പാതിര വരെ അത് വളരെ യാദൃശികമായിട്ട് സംഭവിച്ചതാണ്. അഞ്ചാം പാതിരയ്ക്ക് A ഒന്ന് ബ്രേക്ക് ചെയ്ത് പടത്തിന്റെ ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരണമെന്ന് ശ്രമിച്ചായിരുന്നു. പക്ഷേ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് അതിന്റെ പേര് അഞ്ചാം പാതിര എന്നായി. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇനി അങ്ങോട്ട് എന്തായാലും ഇത്രയും പടങ്ങളായില്ലേ, ഇനി അങ്ങോട്ട് എന്തായാലും A വെച്ചിട്ട് തന്നെ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ എഴുതുന്ന പടങ്ങൾക്ക് സംവിധായകനും അതിന്റെ ബാക്കി അണിയറ പ്രവർത്തകർക്കൊക്കെ ഇഷ്ടമുള്ള പേരുകൾ അവർക്ക് ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ എന്താണെങ്കിലും A അല്ലെങ്കിൽ അതിൽ തന്നെ മാക്സിമം പിടിക്കാനാണ് പരിപാടി. എന്തായാലും ആ ടാഗ് വീണുപോയി. ഇതിനകത്ത് ഡോക്ടർ രൺധീർ കൃഷ്ണൻ വന്ന് കഥ പറയുമ്പോൾ തന്നെ കഥാപാത്രത്തിന്റെ പേര് എബ്രഹാം ഓസ്ലർ. ഞാൻ പറഞ്ഞു, കൊള്ളാലോ, സിനിമയ്ക്കുള്ള പേരുമായല്ലോ. ഓസ്ലർ എന്താ ശരിക്കും? ഓസ്ലർ ഡോക്ടർ രൺധീർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വയനാട്ടിലെ തിരക്കുള്ളൊരു ഡോക്ടറാണ്. ഓർത്തോ, സ്വന്തമായിട്ട് ആശുപത്രിയൊക്കെ ഉള്ളൊരു കക്ഷിയാണ്. അപ്പം അദ്ദേഹം ഈ കഥ പറയുമ്പം ഞാനും ഓസ്ലർ എന്ന് പറയുമ്പോൾ നല്ല പുതുമയുണ്ടല്ലോ, ഒരു സ്കാൻഡിനേവിയൻ പേര് പോലെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു വില്യം ഓസ്ലർ, ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് കരുതപ്പെടുന്ന ഒരു കനേഡിയൻ ഫിസിഷ്യനാണ് പുള്ളി. അപ്പം നമ്മുടെ ഓസ്ലർ എന്ന് പറയുന്ന അബ്രഹാം ഓസ്ലറിന്റെ ബാക്ക് സ്റ്റോറി ഡോക്ടർ പറയുമ്പം മകൻ ഡോക്ടറാകുമെന്ന് കരുതി ഡോക്ടറായ ഒരു അച്ഛൻ മകനിട്ട പേരാണ് ഓസ്ലർ. പക്ഷെ ഇദ്ദേഹം പോലീസുകാരനായി. പക്ഷെ ആ പേര് അവിടെ തന്നെ കിടന്നു, ഓസ്ലർ, അബ്രഹാം ഓസ്ലർ. അങ്ങനെ വന്ന പേരാണത്. അങ്ങനെയാണ്. അപ്പോൾ ഓസ്ലർ ആരാണെന്ന് ചോദിച്ചാൽ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ആണെന്ന് കരുതപ്പെടുന്ന ഒരാളാണ് ഓസ്ലർ. എത്രത്തോളം ത്രില്ലിംഗ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മിഥുനിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആട് ഫസ്റ്റ് വന്ന സമയത്ത് ഞാനൊക്കെ അറുമാദിച്ച് ചിരിച്ച പടമാണ്. പക്ഷെ തിയേറ്ററിൽ അത് അത്ര സക്സസ് ആയില്ല. പക്ഷെ അതിന് പ്രതികാരം ഒന്നോണം ആട് 2 തകർത്തുമായിരിക്കും. അതൊരു തരത്തിലുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു മധുരമായ പ്രതികാരമാണ്. ആരോടാണത് വീട്ടാണെന്ന് ചോദിച്ചു പറഞ്ഞുകൂടാ. പക്ഷെ അതൊരു മധുരമായ പ്രതികാരമായിരുന്നു. കാരണം ആ സമയത്ത് തന്നെ ആട് ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് തന്നെ വിജയ് ബാബു സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ പടം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ക്ലിക്കായില്ല, ആൾക്കാർക്ക് നല്ലത് കൊടുത്താൽ പറ്റില്ല എന്നുള്ള രീതിയിൽ അസാധ്യ സിനിമയായിരുന്നു. ഈ സർബത്ത് സമീറിനെ പോലെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് വരെ എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയും നല്ല സിനിമയായിരുന്നു. ഇതിനകത്തും ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒടുവിൽ ഫീനിക്സ് കണ്ടിട്ടുണ്ടായിരുന്നു, അതേ പറ്റിയിട്ട് വർത്താനം പറയാനുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം നമ്മുടെ എക്സ്പെക്ടേഷനിൽ എങ്ങനെയായിരിക്കും നമ്മളെ ഫുൾഫിൽ ചെയ്യുക? ആദ്യമേ തന്നെ പറയാം, ഞാനെന്ന് പറയുന്ന സംവിധായകൻ സ്വയം ആവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ത്രില്ലർ എന്ന് പറയുന്ന ജോണറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് ഒരു ത്രില്ലർ പോലെ ആയിരിക്കരുത്, എൻ്റെ അടുത്തൊരു ത്രില്ലർ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം അഞ്ചാം പാതിരയ്ക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്നൊരു സിനിമയാണിത്. പക്ഷേ ഈ സിനിമ ഒരിക്കലും അഞ്ചാം പാതിര പോലെ ആയിരിക്കില്ല. അഞ്ചാം പാതിര പോലൊരു സിനിമ ഞാൻ ഒരിക്കലും സംവിധാനം ചെയ്യില്ല. അഞ്ചാം പാതിര പോലൊരു സിനിമ ഞാൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് ആറാം പാതിര മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ അഞ്ചാം പാതിരൻ്റെ ഏതെങ്കിലും റീമേക്ക് ഏതെങ്കിലും കാലത്ത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് മാത്രം.
അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാം പാതിര പോലെ തന്നെ അതിൻ്റെ എല്ലാ സിനിമാറ്റിക് എലമെന്റ്സും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അബ്രഹാം ഓസ്ലർ ഇറക്കിയാൽ നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുക വേറെ ഒന്നും അറിഞ്ഞുകൂടോട്ടെ, വേറെ പണിയില്ല എന്ന് പറയും. വേറൊരു പണിയില്ലെന്ന് ചോദിക്കും. അപ്പം അത് പ്രേക്ഷകർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അങ്ങോട്ട് പറയുന്നു, അഞ്ചാം പാതിര പോലൊരു സിനിമയെ അല്ല അബ്രഹാം ഓസ്ലർ. ഇത് ജഗദീഷ് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ക്രൈമിൻ്റെയും അതിലേർപ്പെട്ടിട്ടുള്ള ആളുകളുടെയും ഇമോഷൻസിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഡ്രാമാറ്റിക് ടേക്കാണ്, ഡ്രാമയാണ്. നന്നായി ഡ്രാമ പെർഫോം ചെയ്യാൻ പറ്റുന്ന, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബ്ലസ്ഡ് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്, ഇൻക്ലൂഡിങ് മിസ്റ്റർ ജഗദീഷ്. അപ്പോൾ ഇവരുടെ ആ ഒരു പ്രസന്റേഷൻ കാലിബർ മുഴുവൻ ഞാൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മാത്രമല്ല, നന്നായിട്ട് ഡ്രാമ പെർഫോം ചെയ്യുന്ന ജയറാമേട്ടൻ അടക്കമുള്ള നിങ്ങൾ ട്രെയിലറിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ ആ ഡ്രമാറ്റിക് പെർഫോമൻസുകൾ മുഴുവൻ പരമാവധി ഊറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിട്ടുള്ള ഒരു തിരക്കഥയാണ് ഡോക്ടർ എൻതീർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമോഷണൽ സിനിമ കൂടിയായിരിക്കും. ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് വർക്കൗട്ട് ആയാലേ നമുക്ക് ട്വിസ്റ്റും ടേണും എന്ന് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ അതിൻ്റെ വഴിത്തിരിവുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കഥാസന്ദർഭങ്ങളിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇത് ഇവരിൽ പലരുടെയും ഇമോഷൻസിലൂടെ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരം ഇമോഷൻസ് പോലും ആയിരിക്കില്ല ചിലപ്പോൾ, പക്ഷേ പലതരം ഇമോഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഇമോഷൻസിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, അത് പിന്നെ ഇവരൊക്കെ ഭാഗമായിട്ടുള്ള അത് അവരുടെ ഒരു പാർട്ട് അങ്ങനെ പോകുന്നുണ്ട്. ക്രൈമിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ത്രില്ലർ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, വിട്ടു പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്താണെങ്കിലും അഞ്ചാം പാതിര പോലൊരു സിനിമ ആയിരിക്കില്ല, അത് ആദ്യമേ പറയാം. ഗരുഡൻ പോലൊരു സിനിമ ആയിരിക്കില്ല, ഫീനിക്സ് പോലൊരു സിനിമ ആയിരിക്കില്ല. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. കാരണം തുടർച്ച കാണാൻ വേണ്ടി പോകുന്ന പ്രേക്ഷകർ ആവരുത് എന്നുള്ളതാണ് അതാണ് എൻ്റെ ആഗ്രഹം. ഈ അടുത്ത കാലത്ത് ചാവേർ ഇറങ്ങുന്ന സമയത്ത് ഈ ടിനു പാപ്പച്ചന്റെ നേരത്തെയുള്ള സിനിമകൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലും അജഗജാന്തരവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോയ പ്രേക്ഷകരുണ്ടായിരുന്നു. അതൊരു ഡ്രോബാക്ക് ആയിരുന്നു ആ സിനിമയ്ക്ക്. പുതിയൊരു ക്രിയേഷൻ കാണാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളൊരു ഡ്രോബാക്ക് ആണ്. അങ്ങനെ അവരെന്നുള്ളതുകൊണ്ടാണ് അഞ്ചാം പാതിര പോലെ ഗരുഡൻ എഴുതാതിരുന്നത്. അത് നല്ലതാണ്. ആര്യ ഇപ്പോൾ കുറച്ചൊക്കെ സിനിമകളിൽ വേഷങ്ങൾ കാണാം. RDX അവസാനം കണ്ടു, പിന്നെ ഭീമന്റെ വഴിയിൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റിഗേഷൻ ടീമിലാണ്. അപ്പോൾ കുറച്ചൊരു ബോൾഡ്നെസ് ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ, എന്താണ്? ആക്ച്വലി ഞാൻ ഫിലിമിൽ വന്നിട്ട് ഇതെന്റെ 3ാമത്തെ പോലീസ് ക്യാരക്ടറാണ്. ഞാൻ സ്റ്റാർട്ടിങ് ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. മൂവിയിൽ ആദ്യമായിട്ട് ഞാൻ ചുവട് വെച്ചത് ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ്. അതിനുശേഷം ഇരട്ടയിലെ SP ആയിട്ടൊരു ക്യാരക്ടർ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പം SA ആയിട്ട്. ബോൾഡ്നെസ് ആ ക്യാരക്ടറിന് വേണ്ട ബോൾഡ്നെസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് പണ്ട് പോലീസിൽ ചേരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. SA ടെസ്റ്റ് അങ്ങനെയൊക്കെ എഴുതിയിട്ട്. പക്ഷെ മൂവിയിൽ വന്നപ്പോൾ ഞാൻ SP ആയി, കോൺസ്റ്റബിൾ ആയി, SI ആയി, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒക്കെ ആയി. ത്രൂ ഔട്ട് പോകുന്ന വളരെ ഡെയറിംഗ് ആയിട്ടുള്ളൊരു പോലീസ് കഥാപാത്രമാണ്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പറയാൻ പടിയാണ്, ഞാൻ പറഞ്ഞോളാം. ജഗദീഷേട്ടാ, ഈ ഫാലിമിയിൽ വളരെ അസാധ്യമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് ക്യാരക്ടർ എങ്ങനെ അസാധ്യമാവുമെന്ന് ചോദിച്ചാൽ, ആ ട്രെയിനിലേക്ക് ചാടി കയറാൻ വേണ്ടിയിട്ട് ജഗദീഷേട്ടൻ പോകുമ്പോൾ അയാളുടെ ബാക്ക് സ്റ്റോറി വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ആ ട്രെയിനിൽ കയറുന്ന ആക്ഷൻസ് കാണുമ്പോൾ, അയാൾ ട്രെയിൻ യാത്ര സ്ഥിരം ചെയ്തിരുന്ന ആളാണെന്നുള്ളത് ആക്ഷൻസ് അയാൾ ആസ്വദിക്കുന്നത് കാണുമ്പോൾ, കയറുന്ന സ്റ്റെപ്പ് വയ്ക്കുന്നത് കാണുന്നതിൽ ഒരു കളിയുണ്ട്. ആ കളിയിൽ നമുക്ക് ടെൻഷനുണ്ട്, ഇയാൾക്ക് ട്രെയിൻ മിസ്സാവുമോ എന്നൊക്കെയുള്ളൂ. പക്ഷേ ആ കളിയിൽ ആ സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്ത് മനസ്സിലായി ഇയാൾ സ്ഥിരം ട്രെയിൻ യാത്രക്കാരാണ്, ഇയാൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. ആ സൂക്ഷ്മ അംശം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇയാളുടെ ചില സമയത്ത് മുണ്ടെടുപ്പ് രീതിയുണ്ട്. അത് മുണ്ടെടുത്തിട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്ത് കാണുന്ന ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇതുവരെ വന്നിട്ട് ഇരിക്കുന്ന മുണ്ടെടുപ്പ് രീതിയുണ്ട്. ഇത് ഒബ്സർവേഷനാണ്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1-2 ഡയലോഗ്സ് പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. രാവിലെ എണീറ്റ് ചിലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പറ്റാറില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ജോലി നഷ്ടപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറ്റി ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോഴൊക്കെ ഇത്രയും ഒബ്സർവേഷനിലൂടെയാണ് ആ ക്യാരക്ടർ പോകുന്നത്. അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളുടെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ജീവിതങ്ങളുടെ സ്വാധീനം നമ്മുടെ ആവിഷ്കാരത്തിൽ ഉണ്ടാവും. കാരണം ഉദാഹരണത്തിന് ഞാൻ ഈ ട്രെയിനിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ചിലർ ട്രെയിൻ മൂവ് ചെയ്തിട്ട് കയറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാണ് ടെൻഷൻ, അവർക്കല്ല ടെൻഷൻ. ഇതെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ടെൻഷനാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ കുട്ടികൾ, ഈ മൂവ് ചെയ്യുന്ന ബസ്സിൽ കയറുന്ന സ്റ്റുഡൻസ്. ഞാൻ MG കോളേജിൽ പഠിപ്പിക്കുമ്പോൾ അന്ന് ബാച്ചിലറാണ്. അന്ന് ബസ്സിൽ ഭയങ്കര റഷാണ്. MG കോളേജ് പോകുമ്പോൾ 4-5 ബസ്സാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഉള്ള ഈ ബസ്സിൽ എന്നെ കണ്ട സ്റ്റുഡൻറ്റിനെ പോലെ തോന്നുന്നുള്ളതുകൊണ്ട് സ്റ്റുഡൻസ് എന്നെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാൽ ഞാൻ കയറിയിരിക്കും.
ഈ കയറുമ്പോൾ ഈ ഫുട്ബോളിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറാതായി. കാരണം വെച്ചാൽ ഇവരിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ കാഴ്ച ഇപ്പോൾ ഒക്കെ അത് വളരെ കുറഞ്ഞു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫുട്ബോളിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യുന്ന ബസ് യാത്രയിലെ സ്റ്റുഡൻസ്, അതേപോലെ ട്രെയിൻ മൂവ് ചെയ്തതിന് ശേഷം കയറുന്ന ആൾക്കാർ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള അത്തരത്തിലുള്ള ഇതേ സ്വഭാവമുള്ള ഇതേ ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഭാവങ്ങളും ചലനങ്ങളുമൊക്കെ ഈ കഥാപാത്രമായിട്ടിൽ സന്നിവേശിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഈ ക്യാരക്ടറിന് കൂടുതൽ സഹായകമാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ ഒടുവിൽ മുങ്ങി നിവരുന്ന ഒരു സീനുണ്ട്. ആ സീനിലാണ് അച്ഛൻ്റെ കാര്യം അറിയുന്നത്. ആ സമയത്തുള്ള സട്ടിൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട്. 2 ആക്ഷനാണ് ഉള്ളത്. ഒന്ന് ആലോചിച്ചിട്ട് രണ്ടാമതൊന്ന് ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് അതിൻ്റെ ഇടയ്ക്കുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ശ്രദ്ധ വേണ്ട സാധനമാണ്. ഇത് ജഗദീഷ് ചേട്ടൻ അഭിനയിക്കുകയാണ്, അപ്പോൾ സംവിധായകനുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ എങ്കിലും ആ ടൈമിംഗ് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഈ ടൈമിംഗ് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? അത് ഞാൻ ഈ തലമുട്ട അടിച്ചതിന് ശേഷമുള്ള ആ സീൻ ഞാൻ മനസ്സിൽ കണ്ടത് ഒരു 3-4 ടേക്ക് സംവിധായകൻ എന്നെ കൊണ്ട് എടുപ്പിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ ഒരിക്കലും അതെല്ലാം കൂടെ ഒത്തുവരും. ഭയങ്കര ഒരു കോംപ്ലക്സ് സീനാണ്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ മുങ്ങിക്കഴിയുമ്പോഴാണ് ആദ്യം ബേസിൽ പറയുന്നത് അച്ഛാ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ പറഞ്ഞത് അപ്പൂപ്പൻ തിരുവനന്തപുരത്തുണ്ടെന്ന്. അപ്പോൾ ആദ്യം കൺഫ്യൂഷനിലേക്ക് അപ്പൂപ്പൻ തിരുവനന്തപുരത്തുണ്ടെന്ന് എന്ന് പറയുമ്പോൾ ആദ്യം ഇയാളുടെ മനസ്സിൽ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു സന്തോഷം വരണം. സന്തോഷം, അതിനകത്ത് ഒരു സന്തോഷം, ദൈവത്തിനോടുള്ള ഒരു നന്ദി എല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഞാൻ ഇതെന്താണ് ചെയ്തതെന്നുള്ള തിരിച്ചറിവ്. അനാവശ്യമായിട്ട് മുട്ടയടിച്ചല്ലോ എന്നുള്ള ഒരു നിരാശ, ഇതെല്ലാം കൂടെ വരണം. ഇത് 4-5 ടേക്ക് എടുക്കും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ഫസ്റ്റ് ടേക്കിൽ തന്നെ സംവിധായകൻ ഓക്കെ ചേട്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എല്ലാം ഓക്കെയാണ്. ഞാൻ സാറിന് മോണിറ്റർ ചെയ്ത് നോക്കാറില്ല. ഇതിൻ്റെ പടത്തിലാണെങ്കിലും ശരി, ഞാൻ ചെന്ന് ഓരോ ഷോട്ടിലും ചെന്ന് ചേട്ടാ കാണണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം വേണ്ട, സംവിധായകൻ പറഞ്ഞാൽ അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ള വേദവാക്യം. അപ്പം പിന്നെ അവിടെ അന്ന് നിതീഷ് പറഞ്ഞു ഓക്കെ ചേട്ടാ നൈസ്, പുള്ളി നൈസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ സിംഗിൾ ടേക്കിൽ തന്നെ ഓക്കെ ആയ. ഇപ്പോൾ ഇതിൽ തന്നെ ഓസ്ലറിൽ തന്നെ സീനുകൾ എടുക്കുമ്പോൾ ഈ മിഥുൻ അപൂർവമായിട്ട് ചിലത് റീടേക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ അടുത്ത് ഒന്ന് പറയും. ആ കാരണം എന്ന് പറയുമ്പോൾ അത് ഇന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അങ്ങനെ നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന ഒരു സംവിധായകനുള്ളപ്പോൾ നമ്മൾ ചെന്ന് കണ്ണാടിയിൽ നോക്കേണ്ട കാര്യമില്ല, മോഡൽ നോക്കേണ്ട കാര്യമില്ല. ഇവർ സീനിയർ ആക്ടേഴ്സ് ഭൂരിഭാഗവും അങ്ങനെയാണ് കേട്ടോ. ഇവര് കട്ട് ജയചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ സാർ, ചേട്ടാ കണ്ടു നോക്കുന്നോ ഓക്കെ എന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഹാപ്പിയാണ്. ഇവര് ടേക്ക് 2 പറഞ്ഞെങ്കിൽ അതിന് കാരണമുണ്ട് എന്ന് പറയും. ഇന്നതാണ് അല്ല പിന്നെ അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ സെറ്റിലെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഇന്നത്തെ സംവിധായകർ, അത് ഞാൻ മിഥുനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇന്നത്തെ സംവിധായകർ അവർക്ക് വളരെ അധികം ഹോംവർക്ക് ചെയ്തിട്ടാണ് അവർ വരുന്നത്. അവർക്ക് എന്താ വേണ്ടത്, എൻ്റെ ക്യാരക്ടർ എന്താ വേണ്ടതെന്നുള്ളത് മിഥുൻ്റെ മനസ്സിൽ 100% ഉണ്ട്. ഞാൻ എങ്ങനെ നടക്കണം, ഞാൻ ചായ കുടിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം, ഞാൻ കൈ വയ്ക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം, ഞാനിങ്ങനെ ഒരു നോട്ടം എങ്ങനെ ആയിരിക്കണം, എത്ര ഡിഗ്രി വരെ പൊങ്ങാം എന്നുള്ളൊരു സംഭവം അവരുടെ മനസ്സിലുണ്ട്. അതിൽ നിന്നും അവർ വ്യതിചലിച്ച് കഴിഞ്ഞാൽ അവർ എന്നെ പറയും ചേട്ടാ ആ നോട്ടം നമുക്കൊന്നുകൂടെ എടുക്കാം എന്ന് ഇവർ പറയുമ്പോൾ അതിന് കാരണം ഉണ്ടാവും. അങ്ങനെ നമ്മളെ എന്താ പറയുക, ഒരു കഥാപാത്രത്തിന് ഇവരിങ്ങനെ കുളിപ്പിച്ച് നല്ല രീതിയിലൊക്കെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ പൊട്ടൊക്കെ തൊട്ട് നല്ല രീതിയിൽ തരുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. കംഫർട്ട് സോൺ വളരെ വലുതാണ്. അവർ തന്നെ എല്ലാം കെയർ എടുത്തോളും. അവർ തന്നെ നല്ല രീതിയിൽ നല്ല ഓയിലൊക്കെ തേച്ച് നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ട് കഥാപാത്രത്തിന് നല്ല കുട്ടപ്പനാക്കി ഇറക്കി വിടുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. ഇതിൽ എൻ്റെ കഥാപാത്രത്തിനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട് മിഥുൻ. ജഗദീഷ് ചേട്ടൻ്റെ ഒരുപാട് കുട്ടപ്പൻ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ മായൻകുട്ടി സക്സസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നമ്മൾ ഒരിക്കലും മറക്കില്ല. മലയാള സിനിമയിലെ ഏറ്റവും നല്ല സിനിമകളിൽ 2 പറയാൻ പറഞ്ഞാൽ അതിലൊന്ന് ഗോഡ് ഫാദർ ഞാൻ പറയും. അതേപോലെ തന്നെ ഇൻഹരിഹർ നഗറിലെ അപ്പുകുട്ടനും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലീലയിൽ വന്നതിന് ശേഷം ഒരു മാറ്റമുണ്ട്. അതായത് ആ പിടിച്ചിരുന്നതല്ല ഇപ്പോൾ പിടിക്കുന്ന മൂഡ് ഉള്ള പടങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു. അപ്രീസിയേഷൻ ഒരുപാട് കിട്ടി തുടങ്ങി. എന്ന് വെച്ചാൽ മറ്റേ തരത്തിലുള്ള അപ്രീസിയേഷൻ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി അത് തെളിയിക്കാനൊന്നും ഇല്ലാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇടയ്ക്ക് കാണണം. പക്ഷേ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ തകർത്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നതിലാണോ മാറ്റം വന്നിട്ടുള്ളത്, അതേ നമ്മൾ അഭിനയം കുറച്ചുകൂടെ മാറി ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ
നമ്മൾ സെലക്ഷൻ? അതിൽ ജോണർ ഏതാണെന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ കിട്ടണം. ഈ പടം കഴിഞ്ഞിട്ട് പാക്കപ്പിൻ്റെ സമയത്ത് ഞാൻ മിഥുൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അടുത്ത പടത്തിൽ എനിക്ക് കോമഡി വേഷം തരണം എന്ന് പറഞ്ഞിട്ടാണ് ഷേഖാൻ്റെ അടുത്ത്. അപ്പോൾ ഇതിൽ ഇതേ ടൈപ്പ് വേഷം തരണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അടുത്തതിൽ ഇതിൽ കോമഡി അങ്ങനെ അധികം ഇല്ല, കോമഡിക്കുള്ള സ്കോപ്പ് ഇല്ല. എനിക്കെന്നല്ല, മറ്റു കഥാപാത്രങ്ങൾക്കും ഇതിനകത്ത് ഇമോഷണൽ എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ കൂടുതൽ. ആ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സും ഒക്കെയാണ് കൂടുതൽ. അപ്പോൾ പിന്നെ പൊട്ടിച്ചിരിക്കാനുള്ള വകയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത പടത്തിൽ ഞാൻ കോമഡി വേഷമാണ് മിഥുനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരെണ്ണത്തിൽ ഒരു അച്ഛൻ, എൻ്റെ പ്രായത്തിൽ ഇപ്പോൾ കൂടുതൽ അച്ഛൻ്റെ വേഷം കിട്ടുമ്പോൾ ഒരു പടത്തിൽ അച്ഛനാവരുത്, വേറെ പടത്തിൽ അച്ഛൻ എന്നേ ഉള്ളൂ. ഇതിൽ അച്ഛൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇനി മകൻ്റെ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റുമോ എനിക്ക്? അതിന്റെ കാലം കഴിഞ്ഞില്ലേ? മകൻ ചെയ്തല്ലോ, മകൻ കുറെ ചെയ്തല്ലോ. ഇനിയും ഞാൻ മകനാവണമെന്ന് വിചാരിച്ച് നടക്കുമോ? ഇനിയും ഞാൻ നായികയുടെ പിന്നാലെ പാട്ടുപാടി നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിക്കാവുന്നത് മകൻ പാട്ടുപാടി നടക്കുമ്പോൾ എന്തടാ എന്ന് ചോദിക്കുന്ന കഥാപാത്രമാണ് ഇനി വേണ്ടത്. അതിൽ ഒരു അച്ഛനിൽ നിന്നും വേറൊരു അച്ഛൻ ഡിഫറൻ്റ് ആയിരിക്കണം. അത് മാത്രമേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അല്ല അച്ഛൻ ഇനി ചെയ്യില്ല എന്നുള്ളതല്ല. അച്ഛൻ പരമാവധി ചെയ്യാം. ഇനി 100 ടൈപ്പ് അച്ഛനുണ്ട്. വാലിമയിലെ അച്ഛനല്ല, പിന്നെ നേരിലെ അച്ഛൻ. അങ്ങനെ ഡിഫറൻസ് ഉള്ള അച്ഛന്മാർ നമുക്ക് എത്ര ആൾക്കാരെ അറിയാം. നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ അച്ഛന്മാരുണ്ട്, നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന അച്ഛന്മാരുണ്ട്. ആ അച്ഛന്മാരുടെയൊക്കെ എത്രയധികം ഷെയ്ഡ്സ് ഉണ്ട്. അതൊക്കെ ഇനിയും എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അവതരിപ്പിക്കാം. ജഗദീഷ് ചേട്ടൻ ചെയ്ത 2 സിനിമകളിൽ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ല, പക്ഷേ ആ കഥകൾ തമ്മിലുള്ളൊരു സാമ്യത എനിക്ക് തോന്നിയത് ഇപ്പോൾ ലീലയും കുട്ടേട്ടൻ മുമ്പുള്ള മമ്മൂക്കയുടെ സിനിമയാണ്. രണ്ടിലെയും വിഷയം സെയിം ആണ്, പക്ഷെ 2 രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു പൂവാലൻ ക്യാരക്ടർ, പക്ഷേ കുറേ പരിമിതികളുണ്ട്, കുറച്ച് ചില ആങ്സൈറ്റീസ് ഒക്കെ ഉണ്ട്. അത് പക്ഷേ ലീലയിലും കുട്ടിയപ്പന് കുറേ സെക്ഷൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. മറ്റേലും ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടെത്തുന്നു, ഇതിലും ചെറിയൊരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. ഇത്തരത്തിലുള്ള കുറേ കഥകളൊക്കെ ഇങ്ങനെ സിമിലർ ആയിട്ട് വരുമ്പോഴും സംവിധാനത്തിലൊരു അത് രണ്ടും തമ്മിൽ സാമ്യം സിമിലർ ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കുട്ടേട്ടൻ എന്ന് പറയുന്നത് വേറൊരു ജോവിയൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. എൻ്റെത് സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ ബോസായിട്ടുള്ള മമ്മൂക്കയുടെ ഈ സ്ത്രീ വിഷയത്തിലുള്ള താല്പര്യം പോലും എനിക്ക്, ഞാൻ എന്നെ പരിഹസിച്ച് ഉള്ളിൽ പരിഹാസമാണ് എനിക്ക്, ഇയാൾ എന്തിനാ ഇതിങ്ങനെ നടക്കുന്നുള്ളത്. ലീലയിൽ ക്രൂരനായ അച്ഛനാണ്. രണ്ടും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ്. അല്ല 2 സിനിമകളിൽ അല്ല 2 സിനിമ അത് തന്നെ. അതിന് ഇങ്ങനെ നടക്കുമ്പോൾ പോലും ആ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ, രണ്ടുപേരുടെയും അപ്രോച്ച് വ്യത്യാസമുണ്ട്. ഒന്ന് കുട്ടേട്ടനിലാണെങ്കിൽ വിവാഹിതനായിട്ടുള്ള നായകനാണ്, ലീലയിലാണെങ്കിൽ അവിവാഹിതനായിട്ടുള്ള നായകൻ, ജീവിതം വേറെ രീതിയിൽ നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നായകൻ. ആ നായകൻ്റെ രണ്ടും തമ്മിൽ അതിനകത്ത് സാമ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഥാപരമായിട്ടുള്ള, ഈ ലോകത്ത് കുറച്ച് കഥകളല്ലേ ഉള്ളൂ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലല്ലേ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റൂ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കഥ എടുത്തിരുന്നാലും ഇപ്പോൾ ഒരു കൊലപാതകം നടക്കുന്നു, അവിടെ പോലീസ് വരുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇത് തന്നെയല്ലേ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലും. എബ്രഹാം ഓസ്ലറിലെ ഇൻവെസ്റ്റിഗേഷൻ ഡിഫറൻ്റ് ആണ്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡിഫറൻ്റ് ആണ്. ജയറാമിനെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല. ജയറാം ഈ രീതിയിൽ കാര്യങ്ങൾ അപഗ്രഥിക്കുന്നത്, കേസ് ഇങ്ങനെ ആയിരിക്കും, അത് ഇന്ന രീതിയിൽ ഇത്ര മണിക്ക് നടന്നിരിക്കുന്നു, ആ കൊലപാതകം ഇന്ന രീതിയിൽ നടന്നിരിക്കുന്നു, ആ കൊലപാതകത്തിന് പിന്നിൽ എന്തായിരിക്കാം മോട്ടീവ് വേണം ആദ്യം കണ്ടുപിടിക്കാൻ. ആ ചെയ്തിരിക്കുന്ന രീതി, ആ സംഭവങ്ങൾ, ഇതെല്ലാം ജയറാമിൻ്റെ ക്യാരക്ടർ. സംവിധായകൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, മിഥുൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വേറെ ഒരു പടമായിട്ട് സാമ്യം വരാൻ പാടില്ല. ഈ ജയറാമിൻ്റെ മനസ്സിലെ ചിന്തകൾ, ഇത് 5-ാം പാതിരയെ അടിക്കാൻ പാടില്ല, ഇത് ഗരുഡൻ അടിക്കാൻ പാടില്ല, തമിഴ് സിനിമകളൊന്നും അടിക്കാൻ പാടില്ല, പ്രേക്ഷകർ എപ്പോഴും നോക്കിയിരിക്കും. വേറെ തോട്ട് കൊടുക്കുക ജയറാമിന്, ജയറാമിന് വേറെ ഇൻ്റലിജൻസ് കൊടുക്കുക, ജയറാം പിടിക്കുന്ന ആൾക്ക് വേറെ ഇൻ്റലിജൻസ് കൊടുക്കുക, ഈ കൊലപാതകയ്ക്ക് വേറെ ഇൻ്റലിജൻസ് കൊടുക്കുക, ജയറാമിനെ അസിസ്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് വേറെ ഇൻ്റലിജൻസ് കൊടുക്കുക. അങ്ങനെ ഇൻ്റലിജൻസ് കൊടുക്കുമ്പോഴാണ് നമുക്കും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഈ പടം കഥ കേൾക്കുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ്, ഇത് വന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നിയിട്ടില്ല. ഇതിൽ ജയറാമിൻ്റെ ഒരു അപ്രോച്ച് കണ്ടിട്ട് ഇതേപോലത്തെ സീൻ വേറെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ തോന്നിയിട്ടില്ല. ജയറാമിൻ നടന്നു വരുന്നതും ജയറാം ചോദ്യം ചെയ്യുന്നതും ജയറാമും ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് ഫോറൻസിക് ഡോക്ടറാണ്. ഫോറൻസിക് ഡോക്ടർ എന്ന് പറയുമ്പോൾ പോലീസ് സർജൻ കൂടിയാണ്. അപ്പോൾ കേസ് തെളിയിക്കുന്നതിൽ ഈ ഫോറൻസിക് ഡോക്ടറായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു കേസ് തെളിയിക്കുന്നതിൽ ഫോറൻസിക് സർജന് വലിയ പങ്ക് വഹിക്കാറുണ്ട്. പോലീസ് സർജനാണ് അയാളുടെ. ഇതിലും ഈ കേസ് തെളിയുന്നതിൽ ഈ ഫോറൻസിക് ഡോക്ടർക്ക് ഒരു വലിയ റോളുണ്ട്. അത് കാണുമ്പം രസകരമായിട്ട് ഉള്ള ഒരു അനുഭവമായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് കൊണ്ടുവരാൻ സ്ക്രിപ്റ്റിങ്ങിൽ, സംവിധാനത്തിൽ, അതിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ കൺവിൻസിങ് ആയിട്ട് ഒരു സീൻ എടുത്തിട്ട് ഒരു ഹോസ്പിറ്റൽ മിഥുന് ഇഷ്ടപ്പെട്ടില്ല, മിഥുൻ റീടേക്ക് ചെയ്തു. അത് ഞാൻ ആഗ്രഹിച്ച തരത്തിൽ ആ സീൻ വന്നില്ല. എനിക്ക് അത് സാധാരണഗതിയിൽ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ഹോസ്പിറ്റലിൽ ഫീലിംഗ് ഉണ്ട്, അവിടെ ഡോക്ടേഴ്സ് പാസിംഗ് ഉണ്ട്, സിസ്റ്റേഴ്സ് പാസിംഗ് ഉണ്ട്. പക്ഷേ മിഥുൻ്റെ മനസ്സിൽ
എനിക്ക് ആ ഹോസ്പിറ്റൽ ആംബിയൻസ് അത്ര പോരാ ചേട്ടാ, എനിക്ക് ഒന്നുകൂടെ എടുക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഐ എം റെഡി. അപ്പോൾ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു സംവിധായകൻ്റെ കണ്ണിൽ പെടുന്നുണ്ട്. ആ സംവിധാനം ആഗ്രഹിക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒരു ക്യാരക്ടർ വരുമ്പോൾ എങ്ങനെ നടക്കണം, ബാക്കിയുള്ള പാസിങ്ങിൽ പോകുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാം ഇങ്ങനെ നോക്കി പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മളൊക്കെയാണ് ഇങ്ങനെയാണ് നോക്കുന്നത്. മിഥുൻ ഇങ്ങനെ നോക്കുകയാണ്. അവിടെ എന്നെ നോക്കണം, എൻ്റെ കൂടെ സംസാരിക്കുന്ന ആളെ നോക്കണം, അതുവഴി പോകുന്ന ആളെ നോക്കണം, ഇതുവഴി പോകുന്ന ആളെ നോക്കണം, അവിടുത്തെ പ്രോപ്പർട്ടി നോക്കണം. ഇത് അതെല്ലാ സംവിധാനവും അല്ല, അത് എല്ലാ സംവിധാനം അതിൽ കൂടുതൽ പെയിൻസ് എടുക്കുന്ന ആൾക്കാരാണ് സക്സസ്ഫുൾ ആവുക. പക്ഷേ ജഗദീഷ് ചേട്ടൻ ഒരു റൈറ്ററും കൂടെയാണ്. അപ്പോൾ റൈറ്ററുടെ പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആധിപൻ, മുത്തശ്ശി കഥ, മഴ പെയ്യുന്ന 10-15 സിനിമകളിൽ എഴുതിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സൂക്ഷ്മ കണ്ണാടിയും കൂടെ വെച്ചിട്ടാണ് ഈ പറച്ചിൽ. ആ സൂക്ഷ്മ കണ്ണാടി എന്ന് വെച്ചാൽ കാലത്തിനനുസരിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ഒബ്സർവേഷൻ നമ്മുടെയൊക്കെ 10 times ആണ്. ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ എഴുതാത്തതെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ യുവാക്കളുടെ ചിന്ത ഭയങ്കര ഒരു ടെറിഫിക് ആയിട്ടുള്ള ട്വിസ്റ്റുകളൊക്കെയാണ് അവർ ആലോചിക്കുന്നത്. നമ്മൾ ആലോചിച്ചിരുന്ന ട്വിസ്റ്റുകളുടെ അപ്പുറം ട്വിസ്റ്റുകളാണ് അവരാലോചിക്കുന്നത്. അത്തരം കഥകളാണ് അവരാലോചിക്കുന്നത്. അപ്പം നമ്മുടെ ആവേശം എന്ന് പറഞ്ഞാൽ നമ്മളത് അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. അല്ലാതെ കഥ എഴുതുക, നേരെ മറിച്ച് ഒരു സജഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. കഥയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. ആ അഭിപ്രായങ്ങൾ അതേപടി അവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം ചിലപ്പോൾ കിട്ടും. ഞാൻ പറയുന്ന ഒരു മണ്ടത്തരത്തിൽ നിന്നുമായിരിക്കും അവർക്ക് ഒരു നല്ല ഐഡിയ കിട്ടുന്നത്. അത് കിട്ടും, അതിനൊക്കെ ഇപ്പോഴും പറ്റും. പക്ഷെ ഞാൻ റൈറ്റിംഗ് എൻ്റെ പാഷനല്ല. സംവിധായകനാവുക എന്നുള്ളത് അത് എനിക്ക് പാഷനല്ല. എൻ്റെ പാഷൻ ഇപ്പോഴും ആക്ടിങ്ങാണ്. എനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുള്ള കഥാപാത്രങ്ങൾ ഇനിയും അവതരിപ്പിച്ച് തീർന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ പ്രത്യേക താല്പര്യമുണ്ട്, അങ്ങനെ പറയാറായിട്ടില്ല. കാരണം ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് വേണം പറയാൻ ഇനി എനിക്ക് ചെയ്യാനുള്ളത് എന്ന് പറയാറായിട്ടില്ല. ഞാൻ ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇതിൽ ഫോറൻസിക് സർജനെ പോലെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഫോറൻസിക് സർജൻ്റെ തന്നെ 10 വെറൈറ്റി ചെയ്യാൻ പറ്റും. ഇതിൽ ഫോറൻസിക് സർജൻ ആയിരിക്കില്ല അടുത്ത മിഥുൻ എഴുതുന്ന ഒരു ക്രൈം ത്രില്ലറിലെ ഫോറൻസിക് സർജൻ. ഞാൻ പറഞ്ഞു മനസ്സിലായി, അതെനിക്ക് വിശ്വാസമുണ്ട്. ഞാനിപ്പോൾ അവതരിപ്പിക്കുന്ന ഫോറൻസിക് സർജൻ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചോ അതായിരിക്കില്ല അടുത്ത പടത്തിൽ. ഇനി അങ്ങനെ ഒരു ഫോറൻസിക് സർജൻ വരികയാണെങ്കിൽ അത് വേറെ ആയിരിക്കും. തീർച്ചയായും നമ്മൾ ലുക്ക് മാറ്റിക്കളയും. തീർച്ചയായിട്ടും. അന്നിപ്പോ കൊക്കും പൂഞ്ചിറക് പാടിയെങ്കിൽ ഇന്ന് പുതിയ വേറെ ഏതെങ്കിലും വെറൈറ്റി പാട്ട് പാടി. അതെ, ഇപ്പൊ ഫാലിമിലി ഞാൻ പാടിയല്ലോ. അതെ, ഫാലിമിയിലെ പാട്ട് ആലോചിച്ച് നോക്കിയാൽ കൊക്കും പൂഞ്ചിറകുമാണോ? അല്ല, ഫാലിമിയിലെ അതല്ല. അതാണ് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ. ഈ സെറ്റിൽ ഭയങ്കര രസമായിട്ടുള്ള കഥകൾ പറയുന്ന ഒരാൾ കൂടിയാണ്. സെറ്റ് കൊഴിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ ജഗദീഷ് ചേട്ടൻ? സെറ്റ് കൊഴിപ്പിക്കാൻ ജഗദീഷ് ചേട്ടൻ അത് പറഞ്ഞ പിന്നെ കഥാപാത്രത്തിന്റെ പരിപാടികളൊക്കെ അത് പോകും. അതെ, സെറ്റിൽ കൂടുതലും കൊഴിപ്പിച്ചിട്ടുള്ള ജയറാമാണ്. ജഗദീഷ് ചേട്ടൻ കഥാപാത്രമായിട്ട് വന്നു ഈ കഥകളിലൊക്കെ. ജയറാമേട്ടനും മുകേഷ് ചേട്ടനും കഥ പറയുമ്പോഴത്തേക്ക് ഇവരൊക്കെ തന്നെയാണല്ലോ സ്ഥിരം കഥാപാത്രങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുക. ഷാർജ ടു ഷാർജ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ദുബായ് ആൻഡ് ഷാർജ ഏരിയയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു അവിടുത്തെ നേറ്റീവ് പുലികളെ വളർത്തുന്നുണ്ട്. അപ്പം ഞാനും ജയറാമിന് വലിയ താല്പര്യം അവിടെ പോയി കാണണമെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ പോയി. ഷൂട്ടിംഗ് ഏരിയ അവിടെ തന്നെയാണ്. ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വീട്ടിലെ വലിയ പാലസ് പോലത്തെ അവിടുത്തെ ആ ഷെയ്ഖിൻ്റെ വീട്ടിലാണ് ഈ പുലികളെ വളർത്തുന്നത്. അപ്പോൾ പുലിയെ കാണിച്ചെന്നു. അപ്പം പുലിയെ ഞാനിങ്ങനെ നോക്കി. അപ്പം വേറെ ആൾക്കാരുമൊക്കെ പുലിക്ക് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുത്തില്ല. കാരണം എനിക്ക് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നിന്നിട്ട് ഞാൻ പുലിയാണെന്നുള്ള അങ്ങ് മറന്നിട്ട് ഞാൻ വേറെന്തോ സംസാരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ ഈ പുലി നഖം വെച്ചിട്ട് എൻ്റെ ഷൂസിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ആ നഖം ഇങ്ങനെ വെളിയിൽ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഷൂസ് ലെതറല്ലേ, അതിൻ്റെ ഒരു സ്മെല്ല് വെച്ചിട്ടേ. അപ്പോൾ എത്രയൊക്കെ വീട്ടിൽ വളർത്തിയിരുന്നാൽ പോലും ഇതിൻ്റെ ചിന്ത വേറെ. അതിങ്ങനെ നഖം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തു. അപ്പോൾ പതുക്കെ ഞാൻ ഓണറിൻ്റെ അടുത്ത് ആ ഷേക്കിൻ്റെ കൂടെ അവർ നിൽക്കുന്ന നോക്കുന്ന എംപ്ലോയീസിൻ്റെ അടുത്ത് ഞാനിത് ഇങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കാണിച്ചു. കൂടുതൽ കാല് വലിച്ചെടുത്താൽ ചിലപ്പോൾ നഖം വെച്ചിട്ട് പ്രശ്നം വരും. വേറെ എന്തുവാകുമെന്ന് പറയാൻ പറ്റില്ല. ഷൂസിൻ്റെ പുറത്തൂടെയാണ് ഈ നഖം വെച്ച് ഇങ്ങനെ പ്രശ്നം. അവരിങ്ങനെ പറഞ്ഞിട്ട് അവർ പതുക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ടെനി ഡോണ്ട് ഡു ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റി. ഇത് ജയറാം നാട്ടിൽ വന്നപ്പം ജയറാം കഥയുണ്ടാക്കി. ജഗദീഷ് പറഞ്ഞു ഏത് പുലിയെയും ഞാൻ കൈകാര്യം ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ജയറാം പറഞ്ഞു ജഗദീഷ് ആ പുലിയെടുത്ത് ചെന്നു. പുലിയെടുത്ത് എന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ പുലി ഇങ്ങനെ നോക്കി, വീണ്ടും ഇങ്ങനെ നോക്കി. അതിനുശേഷം ഇങ്ങനെ കാലിങ്ങനെ നീട്ടിയപ്പം ആ പുലി നഖം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തപ്പോൾ ജഗദീഷ് അയ്യോ എന്നെ കൊല്ലുന്നു ഇങ്ങനെ വിളിച്ചു. ഷേക്ക് ക്യാ ബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അറബി ഭാഷയിലൊക്കെ വേറെ അവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് ഒന്ന് ക്യാ ബാത്ത് എന്നൊക്കെ ചോദിച്ചു. വലിയ ഇഷ്യൂ ആയി, ഷൂട്ടിംഗ് പ്രശ്നമായി.
ഇതൊന്നും ഉണ്ടായില്ല. പക്ഷെ കഥ കൊഴിപ്പിക്കണമെങ്കിൽ എൻ്റെ നിലവിളി, എൻ്റെ സങ്കടം, ഞാൻ കരഞ്ഞു അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷൈൻ ചെയ്യാൻ പോയി. അപ്പം ജഗതി ഷൈൻ ചെയ്യാൻ പോയി ഇരട്ടി കുഴപ്പത്തിലായി എന്നുള്ള ജയറാം പ്രസൻറ്റ്. ഇതിനിപ്പോൾ നിങ്ങൾ വേറെ പിന്നെ ഇന്ന് ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ജയറാമിൻ്റെ വെർഷൻ വേറെ ആയിരിക്കും, ഈ കഥയുടെ വേറെ വെർഷനായിരിക്കും. ഇത്രേ നടന്നിട്ടുള്ളൂ. ജയറാം നാട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷൈൻ ചെയ്യാൻ പോയി, പിന്നെ ഈ വിളിക്കാൻ തേച്ച പാണ്ട എന്ന് പറഞ്ഞല്ലേ, അങ്ങോട്ട് ചെന്ന് പുലിയായിട്ട് സൗഹൃദം സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചിട്ട് എനിക്ക് വന്ന പാരയാണെന്ന്. അല്ല, അന്ന് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ചേട്ടനത് ചെയ്തു എന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും. അപ്പുകുട്ടൻ അപ്പുകുട്ടൻ ഇപ്പോഴും പിള്ളേരെല്ലാം വന്ന് അപ്പുകുട്ടാന്ന് വിളിക്കുന്ന ഒരു പരിപാടി ഇഷ്ടമാണ്. അപ്പുകുട്ടൻ എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പുകുട്ടൻ എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിനിമയിൽ ഈ അപ്പുകുട്ടൻ എന്നുള്ള അക്സെപ്റ്റൻസ് ഉള്ളപ്പോൾ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെപ്പറ്റേഷൻ ക്ഷമിക്കുക, ആൾക്കാർ കുട്ടികളുടെ രക്ഷകർത്താക്കൾ പറയും അപ്പുകുട്ടൻ എന്ന് വിളിക്കരുത്, അങ്കിൾ എന്ന് വിളിക്കണം, കോളേജ് മാഷ. അപ്പോൾ ഈ നമ്മളെ വിദ്യാഭ്യാസത്തിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്കൊരു ഒരു 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 എന്താ പറയുക, പുതിയ ഇൻഫർമേഷനാണ്. ഇയാൾ കോളേജ് അധ്യാപകനാണ്, പ്രൊഫസറാണെന്നൊക്കെ പറയുന്ന കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് രക്ഷകർത്താക്കൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ക്യാരക്ടർ ഇതാണെങ്കിലും അയാൾ പഠിച്ചിട്ടാണ് സിനിമ നിർണ്ണയം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് യുവ സംവിധായകരുടെ കാര്യം എല്ലാം എടുത്തോളൂ, അവർ നന്നായിട്ട് പഠിച്ചിട്ട് വിദ്യാഭ്യാസവും അവർക്ക് നല്ല വായനയുണ്ട്, നല്ല റീഡിംഗ് ഉണ്ട്. അപ്പോൾ അവർ നല്ല എക്യുപ്ഡായിട്ടാണ് വരുന്നത്. ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ചുമ്മാ ഒരു ഭാഗ്യം കൊണ്ടാണ് നടനാവുന്നത്, ഭാഗ്യം കൊണ്ടാണ് കഥാകൃത്താവുന്നതെന്ന് വിചാരിക്കുന്നവരോടാണ് പറയാനുള്ളത്. ഷോർട്ട് ഫിലിംസ് ചെയ്ത് എഴുതി അങ്ങനെ എത്രയോ നാൾ പണിയെടുത്തിട്ടാണ് ഒരാൾ സംവിധായകനാവുന്നത്, ഒരാൾ കഥാകൃത്താവുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് പെയിൻസ് ഉണ്ട്, അതെല്ലാവരും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ജഗദീഷ് ചേട്ടൻ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഭൂതക്കണ്ണാടി വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത്. സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്. മിഥുനും ശരിക്കും ആശ്വസിക്കാം, പ്രേക്ഷകർക്കും ആശ്വസിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓസ്ലർ അപ്പോൾ വിജയമാവട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.